ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് തേങ്ങ ഒട്ടുമേ ചേർക്കാതെ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു വറുത്തരച്ച മീൻകറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഒരു തവണ ഇതുപോലൊരു മീൻകറി നിങ്ങൾ തയ്യാറാക്കി നോക്കൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ഈ കറി തന്നെ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ മീൻകറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു മൺചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ആദ്യം കുറച്ച് ചേരുവകൾ നമുക്കൊന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരല്പം ഒരു 1-2 ടീസ്പൂൺ അളവിൽ മാത്രം കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ആദ്യം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മുഴുവൻ മല്ലിയാണ്. 1 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ മല്ലി എടുത്തിട്ടുണ്ട്, കൂടുതൽ ആവശ്യമായിട്ടില്ല. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മാത്രം കുറച്ച് മുഴുവൻ ഉലുവയും കൂടി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വറ്റൽമുളകാണ്. ഒരു 7-8 വറ്റൽമുളകും അതുപോലെ തന്നെ 2-3 കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി എടുത്തിട്ടുള്ളത് നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ കുരുമുളകും കൂടിയാണ്. മുഴുവൻ കുരുമുളകും ചേർക്കാം. പിന്നെ ഇനി വേണ്ടത് കുറച്ച് ചെറിയുള്ളിയും കൂടിയാണ്. ഒരു 20ഓളം ചെറിയുള്ളിയെല്ലാം എടുത്തിട്ടുണ്ട്. ആ ചെറിയുള്ളി ചേർക്കാവുന്നതാണ്. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് നമുക്കൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ വീട്ടിൽ കനലൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാനിപ്പോൾ ചട്ടിയിലിട്ട് വറുത്തെടുക്കുകയാണ്. അതല്ല നമ്മുടെ വീട്ടിൽ കനലൊക്കെ ഉള്ളതുണ്ടെങ്കിൽ നമ്മൾ ഈ വറ്റൽമുളകും അതുപോലെ തന്നെ ഉള്ളിയും ഒന്ന് ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ അതിനില്ലാത്തവർ നമ്മൾ ഇതുപോലെ ഒന്ന് ചട്ടിയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്താലും മതിയാവും. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടണം. ആ ഒരു സമയം വരെ നന്നായിട്ടൊന്ന് വറുക്കേണ്ടതായിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് തന്നെ ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാവുന്നതാണ്. സാധാരണ മിക്കവാറും നമ്മൾ തേങ്ങ അരച്ചിട്ടാണ് വറുത്തരച്ച മീൻകറി തയ്യാറാക്കി എടുക്കുന്നത്. പക്ഷേ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ തേങ്ങ ഒട്ടുമേ ചേർക്കാതെ ഇങ്ങനെ ഒരു വറുത്തരച്ച മീൻകറി തയ്യാറാക്കി നോക്കൂ. നല്ല സൂപ്പറായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും കേട്ടോ. ഒരല്പസമയം ഒന്ന് വറുത്ത് കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ആ ചെറിയുള്ളിയുടെയും അതുപോലെ തന്നെ വറ്റൽമുളകിൻ്റെയൊക്കെ കളറൊക്കെ നന്നായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിക്ക് എല്ലാം ഒന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി ഒരുപാട് സമയത്ത് നമ്മൾ വറുക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത്, ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടല്ലേ, ഈ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒരല്പം മാത്രം വെള്ളം കൂടി ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വീണ്ടും അതേ മൺചട്ടിയിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളി അല്ലിയാണ്. ഒരു 8ഓളം ചെറിയ വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചിയും ഒന്ന് നന്നായിട്ട് ചതച്ചെടുത്തതാണ്. പേസ്റ്റ് ചേർക്കരുത്, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അരിഞ്ഞും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചമണം മാറുന്നതുവരെ ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി അല്ലിയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മുരിഞ്ഞു തുടങ്ങി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. കൂടെ തന്നെ ഒരു ചെറിയ തക്കാളിയിൽ 1 തക്കാളി എടുത്തിട്ടുണ്ട്. ആ തക്കാളി ഒന്ന് അരിഞ്ഞ് ചേർക്കാം. ഇനി ഇതിനോടൊപ്പം ഒരേ ഒരു പച്ചമുളകും കൂടി ചേർക്കാം കേട്ടോ. നമ്മൾ വറ്റൽമുളകിൽ ഇച്ചിരി എരിവുണ്ടാവും, അതിൻ്റെ പേരിലാണ് 1 പച്ചമുളക് ചേർക്കുന്നത്. ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. നമ്മുടെ തക്കാളി എല്ലാം ചെറുതായിട്ടൊന്ന് വഴണ്ട് കിട്ടിയാൽ മതിയാവും. നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ട് ഒന്ന് ചൂടായി ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു കൂട്ട് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മുടെ മസാല കൂട്ടും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. മസാല എല്ലാം നല്ലതുപോലെ ഒന്ന് ചൂടായി ഒന്ന് തിളച്ച് വരട്ടെ. ഒരല്പസമയം കൊണ്ട് തന്നെ ഇത് നല്ല രീതിക്ക് തന്നെ ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ തിളച്ച് തുടങ്ങുന്ന സമയം ആകുമ്പോഴത്തേക്കും പിന്നെ വേണ്ടത് നമ്മുടെ പുള്ളിക്ക് ആവശ്യമായിട്ടുള്ള കുടംപുളിയും കൂടിയാണ്. കുടംപുളി അല്ലെങ്കിൽ വാളംപുളി ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുടംപുളി ഒരു 3 എണ്ണം ചേർക്കുകയാണ്. കൂടെ ഒരു 1.5 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർക്കാം. നമ്മൾ ഇതുവരെ നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാവുന്നതാണ്. ഉപ്പും ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ ഗ്രേവി നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർക്കാവുന്നതാണ്. ഏത് മീനിൽ വേണമെങ്കിലും നമുക്കിതുപോലെ കറി തയ്യാറാക്കാവുന്നതാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പാരമീനാണ്. 450 ഗ്രാം അളവിലാണ് കേട്ടോ മീൻ എടുത്തിട്ടുള്ളത്. മീൻ കഷ്ണങ്ങൾ ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിനി ഒരു മീഡിയത്തിനും ലോക്കും ഇടയിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അത്രയും സമയം കൊണ്ട് നമ്മുടെ സൂപ്പറായിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഈ മീൻകറി ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റോളമായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറക്കാവുന്നതാണ്. ഇനി ലാസ്റ്റിൽ നമുക്കിതിലേക്ക് 1-2 ടീസ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണയും കൂടി ഒന്ന് ചേർക്കാം.
എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ എന്തുമാത്രം തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന്. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു മീൻകറിയാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.